കൊടുക്കാനായിട്ടൊരു പെണ്ണ് കേസൊക്കെ ഉണ്ടാക്കി. നമുക്കറിയാം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർക്കെതിരെ ഒരു സ്ത്രീയെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ച് അവരെ അങ്ങ് അകത്താക്കും. പെണ്ണ് വിഷയത്തിലാണ് എല്ലാവരെയും അകത്താക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ ഈ അടുത്തിടെ ഉണ്ടായ ബോബി ചമ്മണുവിന്റെ വിഷയം വരെ. അപ്പോൾ ഒരു പെണ്ണിനെ എടുത്ത് മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരെ എല്ലാം പിടിച്ച് അകത്തിടാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ. പക്ഷേ PC ജോർജിനെ പോലെ ഒരു നേതാവ് ഒരു കാരണവശാലും അങ്ങനെ അകത്ത് കിടക്കുന്ന ഒരാളല്ല. ഇനി അങ്ങനെ അകത്തിടാൻ നോക്കിയാലും അദ്ദേഹം അങ്ങനെ അകത്ത് കിടക്കാനും അദ്ദേഹത്തിന് ജാമ്യത്തിന് അദ്ദേഹം പുറത്ത് വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്യും. ചെയ്തവരെ ക്ഷമിച്ച് വിടുവൊന്നുമില്ല. അദ്ദേഹം പറയാനുള്ളത് ഏതൊരു വേദിയാണ്, ഇനി പത്രസമ്മേളനം ആയിക്കോട്ടെ, ഇനി ഒരു പ്രസംഗം ആയിക്കോട്ടെ, അവിടെ വെച്ച് തുറന്നടിച്ച് അദ്ദേഹം പറയുകയും ചെയ്യും. അപ്പോൾ PC ജോർജിനെ പറ്റി നമ്മുടെ ഈ മറുനാടൻ മലയാളിയിൽ ഒരു വാർത്ത വന്നു. അത് നമുക്കൊന്ന് ജസ്റ്റ് കേട്ടു നോക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകന്റെ ഈ ഒരു വിദ്വേഷ പരാമർശത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ നടത്തിയൊരു പ്രസ്താവനയോട് നമുക്കൊന്ന് കണ്ടുപോകാം. നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1977 26ാമത്തെ വയസ്സിൽ അന്ന് മാണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VJ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച്